ദ ജേർണലിസ്റ്റിലേക്ക് ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയ സമയം മുതൽ അടിക്ക് തിരിച്ചടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിലയിൽ അമേരിക്കയെ കടന്നാക്രമിക്കാൻ ഒരു മടിയും ഇറാൻ കാണിച്ചിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾക്കിപ്പുറവും ഈ യുദ്ധം തുടങ്ങിയിടത്ത് തന്നെ നിർത്തിക്കൊണ്ട് അമേരിക്ക വട്ടം കറങ്ങുന്നത്. അമേരിക്ക ഇറാൻ വരച്ച ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറം കടക്കാൻ കഴിയാതെ വിലപിക്കുന്ന, കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഭരണമാറ്റവും ഇറാന്റെ നിരായുധീകരണവും ആണവശേഷി ഇല്ലാതാക്കലും അതുപോലെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കലും അടക്കം നിരവധി അജണ്ടകളുമായി യുദ്ധത്തിനിറങ്ങിയ ട്രംപും കൂട്ടരും ഇപ്പോൾ ഇറാൻ വരച്ച വരയിൽ നിൽക്കുകയാണ്. അത് തന്നെയാണ് ഇറാന്റെ കരുത്ത് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ വാർത്ത മിക്കവാറും പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. റഷ്യയുടെ അത്യാധുനിക അതീവ രഹസ്യമായ ഒരു യുദ്ധവിമാനം ഇറാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. TU-214PU എന്ന് പറയുന്ന എയർബോൺ വിമാനം, അതായത് റഷ്യൻ സൈന്യത്തിന്റെ ആകാശത്തെ പറക്കും സെന്റർ, ആണവ യുദ്ധത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നെല്ലാം അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനമാണ് എത്തിയിരിക്കുന്നത്. ഈ വാർത്ത ന്യൂസ് 18 നെറ്റ്വർക്കാണ് ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ രാജ്യത്തെ അറിയിച്ചത്. ഇതോടകം നിരവധി ചാനലുകളിൽ ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു ചാനലുകാരനും എന്താണ് ഈ വിമാനം വന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഈ വിമാനം എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ ഒട്ടനവധി സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വിമാനമാണ്. എല്ലാം രഹസ്യാത്മകമാണ്. അതായത് ഇത്രയും നാൾ അടിക്ക് തിരിച്ചടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിൽ ഇങ്ങോട്ടൊരാക്രമണം വരുമ്പോൾ മുതലും പലിശയും ചേർത്ത് തിരിച്ചടിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇറാൻ സ്വീകരിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ വിമാനം റഷ്യ ഇറാനിൽ എത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇത്രയും നാൾ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇറാൻ പ്രതികരിച്ചിരുന്നത്. ഇനി ഈ യുദ്ധത്തിന്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുന്ന വിധത്തിൽ ആണവ കേന്ദ്രങ്ങളിലേക്കടക്കം അമേരിക്ക ആക്രമണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന നിലയിലേക്ക് യുദ്ധത്തെ മാറ്റാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചോ എന്നുള്ള സംശയമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിമാനം അവിടെ വരേണ്ടതിന്റെ ആവശ്യകതയില്ലല്ലോ. ഇത് പക്ക യുദ്ധവിമാനം തന്നെയാണ്. അതായത് കമാൻഡ് പോസ്റ്റ് എന്നർത്ഥം വരുന്ന വിധത്തിൽ ഇതിന് ഒരുപാട് ഗുണങ്ങൾ, സവിശേഷതകളുണ്ട്. അതായത് റഷ്യൻ പ്രസിഡന്റിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഉന്നത സൈനിക നേതൃത്വത്തിന്റെയും ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ വിമാനത്തിന്റെ ഈ സ്പെഷ്യൽ എഡിഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ സുരക്ഷിതമായ ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, എൻക്രിപ്റ്റ് ചെയ്ത കമാൻഡ് ചാനലുകൾ, തത്സമയ യുദ്ധഭൂമി വിവരങ്ങൾ കൈമാറാനുള്ള ശേഷി, വിവിധ സൈനിക വിഭാഗങ്ങളുമായി ഒരേ സമയം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ തുടങ്ങി ഒരു യുദ്ധ മേഖലയിൽ ഒരു വിമാനം അല്ലെങ്കിൽ ഒരു സംയുക്ത സൈനിക വിങ് എന്തൊക്കെ ചെയ്യണമോ അത് മുഴുവൻ ഈ വിമാനത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഡൂംസ് ഡേ വിമാനം എന്ന പേരിലും ഈ വിമാനം അറിയപ്പെടുന്നത്. അതാണ് ഈ വിമാനത്തെക്കുറിച്ചുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഭംഗി വാക്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമയത്ത് എന്തിനീ വിമാനം വന്നു? അതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. ഒരു വശത്ത് ട്രംപ് ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നു. നെതന്യാഹു അടക്കം 13 പേർ കൂടി ആ ലിസ്റ്റിലേക്ക് ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ന് ഇറാൻ നടത്തിയിട്ടുണ്ട്. 2 കപ്പലുകൾക്ക് നേരെ ഇന്ന് ഹോർമൂസിൽ ആക്രമണം ഉണ്ടായി. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, കമാൻഡിംഗ് സെന്ററുകൾ തുടങ്ങിയവയൊക്കെ ആക്രമണത്തിനിരയാക്കുകയാണ് ഇറാൻ. അതുപോലെ അമേരിക്കയുടെ വ്യോമ സന്നാഹങ്ങളാണ് അടുത്ത ലക്ഷ്യം എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കൻ വിമാനങ്ങൾ, ഡ്രോണുകൾ തുടങ്ങിയവയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അവിടങ്ങളിലേക്ക് സംഹാരം നടത്തുന്ന വിധത്തിലുള്ള വലിയ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇറാനിന് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയാണോ ഈ വിമാനം എത്തിച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോൾ അമേരിക്ക നടത്തുന്ന പല നീക്കങ്ങളും തീർത്തും രഹസ്യമാണ്. അതായത് ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇറാൻ അറിയരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല നീക്കങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഹോർമൂസ് കടലിടുക്കിൽ പല കപ്പലുകളും സിഗ്നലുകളും റഡാറുകളും ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു തരത്തിലും പിടിക്കാൻ കഴിയില്ല എന്ന ധൈര്യത്തോടു കൂടി നീങ്ങുമ്പോഴാണ് ഇറാൻ ഒറ്റയടിക്ക് ആ കപ്പലുകൾ തകർക്കുന്നത്. അതിൻ്റെ അർത്ഥം ഉപഗ്രഹ സംവിധാനങ്ങളുടെ സഹായമടക്കം, GPS-ന്റെ സഹായമടക്കം പല സഹായങ്ങളും ഇറാൻ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ചൈനയും റഷ്യയുമാണ്.
ഏറ്റവും പ്രധാനം GPS-ന്റെ കാര്യങ്ങളിലാണെങ്കിൽ ചൈനയും സാറ്റലൈറ്റിന്റെ കാര്യങ്ങളിൽ റഷ്യയുമാണ് ഏറ്റവും പ്രധാനമായി ഇറാനെ സഹായിക്കുന്നത് എന്ന് അന്നേ വ്യക്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത പടി എന്ന നിലയിൽ റഷ്യയും ചൈനയും ചേർന്ന് നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇറാനിൽ ഓരോ ദിവസവും 100-നടുപ്പിച്ച് 150-നടുപ്പിച്ച് കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, അങ്ങനെ പലയിടത്തും വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ വിവരം അമേരിക്ക പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇറാനും വലിയ തോതിൽ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇറാൻ ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ മുന്നേ തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ, അമേരിക്കയെ കൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അതോടൊപ്പം അടുത്ത ഘട്ടം എന്ന നിലയിൽ യുദ്ധത്തിനിറങ്ങാൻ നിൽക്കുന്ന ഇസ്രായേലിനെ പോലും വിറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ വിമാനമടക്കം കൊണ്ടുവന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. അതായത് ഇനി അങ്ങോട്ട് അമേരിക്ക ആക്രമിക്കാൻ കാത്തു നിൽക്കാതെ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ, അങ്ങനെ ആദ്യം ആക്രമണങ്ങൾ നടത്തി അമേരിക്കയെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ എത്തുന്നു എന്നാണ് ഞാൻ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ റഷ്യയുടെ ഇത്രയും വലിയ ഒരു വിമാനം അവിടെ എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമില്ല. എന്ന് മാത്രമല്ല, ഈ വിമാനം വന്നപ്പോൾ, റഷ്യയുടെ വിമാനം ഇറാനിൽ വന്നതിന് പിന്നാലെ ചില നിർണായകമായ ആക്രമണങ്ങൾ IRGC നടത്തിയിട്ടുണ്ട്. അത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. നോക്കുക, കുവൈറ്റിലെ അലി അൽസലേം വ്യോമതാവളം, അഹമ്മദ് അൽ ജാബർ വ്യോമതാവളം എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അത് ഈ വിമാനം വന്ന അതേ സമയത്ത് തന്നെയാണ്. അതാണ് ഈ വിമാനം എത്തിച്ചതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സൗകര്യങ്ങൾ എന്നിവ ആക്രമണത്തിൽ നശിപ്പിച്ചു എന്ന് IRGC പറയുന്നു. അതോടൊപ്പം ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളം, അമേരിക്കൻ ഡ്രോൺ കമാൻഡ് സെന്ററുകൾ എന്നിവയും തകർത്തു എന്ന് ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇതൊന്നും അമേരിക്ക ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് റഷ്യയുടെ ഈ വിമാനം എത്തിച്ചതിന് ശേഷം വളരെ രഹസ്യമായിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുകൾ, എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷനുകൾ, അതായത് പുറത്തേക്ക് ലീക്കാകാത്ത വിധത്തിൽ യുദ്ധതന്ത്രങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന നീക്കം, അതുപോലെ തന്നെ സൈനിക മേധാവിമാർ തമ്മിൽ രഹസ്യമായി സ്ഥാപിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അങ്ങനെയുള്ള പലതരത്തിലുള്ള അത്യാധുനിക രഹസ്യ ഓപ്പറേഷനുകൾക്കും ഈ വിമാനത്തെ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ റഷ്യ ഈ വിമാനം കൊണ്ടുവന്ന് ചൈനയുടെ GPS ബാക്കപ്പ് അടക്കമുള്ള അത്യാധുനികമായ മറ്റു പല സാങ്കേതിക സംവിധാനങ്ങളും കൂടി ചേർത്ത് ഈ യുദ്ധത്തിൽ വലിയൊരു മേൽക്കൈ ഇറാന് ഉണ്ടാക്കി കൊടുക്കുകയാണോ ലക്ഷ്യമെന്ന് സ്വാഭാവികമായും സംശയിക്കാം. യുക്രൈൻ യുദ്ധ വിഷയത്തിൽ റഷ്യ അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് അമേരിക്കയ്ക്കെതിരായ ഒരു നീക്കം നടത്താൻ വേണ്ടി ഈ സമയത്തെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. അതായത് റഷ്യ പക വീട്ടാനുള്ള ഒരു അവസരമായി കൂടി ഈ യുദ്ധത്തെ കാണുന്നു. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി കൊടുത്ത് ഒരു പുതിയ ശാക്തിക ചേരിയുടെ ഉദയം പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് റഷ്യ, ഇറാൻ, ചൈന എന്നീ പറയുന്ന ഒരു വലിയ ശാക്തിക ചേരി പശ്ചിമേഷ്യയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉണ്ടാക്കി ഹോർമുസിന്റെ അടക്കം നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് ഒരു വലിയ ശക്തിയായി ഇറാനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്തായാലും വിമാനം വന്നത് വെറുമൊരു വരവല്ല. റഷ്യയുടെയും ചൈനയുടെയും, പ്രത്യേകിച്ച് റഷ്യയുടെ നേരിട്ടുള്ള സാന്നിധ്യം അറിയിക്കലും ഒപ്പം ചൈനയും ഇതിലുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗം കൂടി, അല്ലെങ്കിൽ ഞങ്ങൾ ഇറാന് വേണ്ടി വന്നിരിക്കുന്നു, ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ എതിരാളികളെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയായാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ അടുത്ത ദിവസങ്ങളിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. അതായത് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ട് കാര്യമായിട്ട് ഇറാൻ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ കൂടി യുദ്ധത്തിന്റെ ഭാഗമാക്കി പരമാവധി ഇറാനിൽ നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണങ്ങൾ നടക്കാൻ പോകുന്നു എന്ന വിവരം അല്ലെങ്കിൽ വാർത്തകൾ, വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കുക കൂടി ലക്ഷ്യമിട്ടായിരിക്കാം റഷ്യയുടെ ഈ നീക്കം. അമേരിക്കയെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തോന്നണം ഇവിടെ യുദ്ധം ചെയ്തിട്ട് ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നി അമേരിക്ക ഭയന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയിലേക്ക്
കാര്യങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാകാം റഷ്യ ഈ നീക്കം നടത്തിയതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.